ചിങ്ങമാസത്തിലെ തിരുവാതിരനാൾ അസ്തമിച്ചാൽ പിന്നെ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീപാർവതി ദേവിയുടെ ദർശന പുണ്യത്തിന്റെ നാളുകളാണ്. വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന പൂർണ്ണ നദീതീരത്തെ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നതോ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളും. ഉത്സവ ദിനങ്ങളിൽ രാപ്പകലില്ലാതെ ഒരു വിളിക്ക് കാതോർത്ത് സർവസജ്ജമായി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ 16ഓളം ഉദ്യോഗസ്ഥരാണ് ക്ഷേത്ര പരിസരത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. അടിയന്തര ഘട്ടത്തിൽ ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുവാൻ അവർ തയ്യാറാണ്. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളും നാട്ടുകാരും കുളിക്കാനിറങ്ങുന്ന പെരിയാറിലെ വെള്ളാരപ്പള്ളിക്കടവ്, കൂട്ടിക്കൽ കടവ് എന്നിവിടങ്ങളിൽ ഫയർഫോഴ്സിന്റെ പ്രത്യേകമായ സ്കൂബ ഡൈവിംഗ് ടീമും ബോട്ട് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും തയ്യാറാണ്. ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഏതൊരാളുടെയും ജീവന് കരുതലായി അവർ കണ്ണിമ ചിമ്മാതെ കാവലുണ്ട്. ഡിസംബർ 26-ാം തീയതി 4 മണിക്കാണ് ഇവിടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നട തുറന്ന അന്നു മുതൽ ഞങ്ങൾ ഇന്ന് നട അടയ്ക്കുന്ന ഇന്ന് വരെയും ഡ്യൂട്ടിയിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. ഏകദേശം 16 പേരാണ് തുടക്കത്തിലുള്ളത്. ബാക്കി 10-25 പേര് സപ്പോർട്ടിനുണ്ട്. കൂടാതെ നമ്മുടെ ആലുവ ASTOയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും, അദ്ദേഹം അസിസ്റ്റന്റ് ലേഡി ASTO, ഞാനും ഉൾപ്പെടെ ഒരു 16 പേര് എല്ലാ ടൈമിലും ഇവിടെ ഉണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളം കളയുന്നതിന് വേണ്ടി പുറത്തേക്ക് അടിച്ചു കളയുന്നതിനുള്ള ഫ്ലോട്ട് പമ്പ് സംവിധാനമുണ്ട്. അത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഞങ്ങൾ സുരക്ഷാ പരിശോധന നടത്താറുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഇപ്പോൾ അറ്റ് എ ടൈം 16 പേരുണ്ട്. അതായത് ഞങ്ങൾ പകുതി പേര് ഓൺ ദ ഡ്യൂട്ടി അറ്റ് ദ സെയിം ടൈം ഒരു 8 പേരോളം ഇവിടെ എപ്പോഴും സ്റ്റാൻഡ് ബൈ റിസർവായിട്ടുണ്ടാവും, ഡ്യൂട്ടി റെസ്റ്റായിട്ട്. അതുകൂടാതെ ഞങ്ങൾ എറണാകുളം ജില്ലാ ഓഫീസർ, റീജിയണൽ ഓഫീസർ അവരെല്ലാ ദിവസവും വിളിച്ച് അന്വേഷിക്കാറുണ്ട്. അതിന് സൗകര്യം അവരുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും വേണ്ട സൗകര്യങ്ങൾ അവർ ചെയ്തു തരാറുണ്ട്. രാവിലെയും വൈകിട്ട് നമ്മൾ എല്ലാ ദിവസം നമ്മൾ കടകളിൽ പരിശോധന നടത്താറുണ്ട്. കാരണം എല്ലായിടത്തും ഗ്യാസ് കൊണ്ടുവന്നിട്ട് അവർക്ക് വ്യക്തമായിട്ട് അറിയില്ല, ഗ്യാസിന് ലീക്കായി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് അവർക്ക് ചെന്നിട്ട് നമ്മളൊരു ബ്രീഫിംഗ് കൊടുക്കും. പിന്നെ ഗ്യാസ് ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. ഈ നിറ സിലിണ്ടർ ആണെങ്കിൽ നമ്മുടെ അടുത്ത് എപ്പോഴും വെളിയിൽ മാറ്റി വയ്ക്കും. കാരണം നമ്മൾ ഒരു സിലിണ്ടർ അറ്റ് എ ടൈം ഒരു സിലിണ്ടറാണ് നമുക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഒരു സിലിണ്ടർ അല്ലാതെ അടുത്ത സിലിണ്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സുരക്ഷയുടെ ഭാഗമായിട്ട് എല്ലാവരോടും പറഞ്ഞ് കടകളിൽ നിന്ന് പുറത്തേക്ക് മാറ്റി വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. പെട്ടെന്ന് ഒരു റിക്കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവാക്വേഷൻ നടത്താൻ പാടാണ്. അപ്പോൾ നമ്മൾക്ക് ഇവരെ ഓരോ സ്ഥലത്ത് ചെയ്യുന്ന ബോധവൽക്കരണമാണ് നമുക്ക് ഇതിന് ഏറ്റവും നല്ല മാർഗ്ഗം. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ ടീം രാവിലെയും ഉച്ച കഴിഞ്ഞും 2 നേരം വെച്ചിട്ട് എല്ലാ കടകളിലും, അതുപോലെ ഗ്യാസ് ഉപയോഗിക്കുന്ന സ്ഥലം സ്നാനക്കടവ് എന്ന് വെച്ചാൽ അവിടെ സ്കൂബ ടീമുണ്ട്. വെള്ളത്തിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ സ്കൂബ ടീമും അല്ലാത്ത ടീമുകളും ചെന്നിട്ട് കടകളിലും പിന്നെ സ്നാനക്കടവിലും പോയിട്ട് അവിടെ ഉള്ളവരെ ബോധവൽക്കരണം നടത്തി എല്ലാ ദിവസവും ഇന്ന് രാവിലെ വരെ ഞങ്ങളത് നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേരള ഫയർഫോഴ്സിൻ്റെ ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ സുരക്ഷാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും 2-3 പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഒരു 2.5 അടിയോളം വെള്ളം മുങ്ങി. നമ്മളത് ചെന്നിട്ട് ഓസ് ഇട്ട് വെള്ളം നമ്മുടെ ഫ്ലോട്ട് പമ്പ് ഉപയോഗിച്ച് വെള്ളം അടിച്ച് കളഞ്ഞു. പിന്നെ അവിടുത്തെ ഓവ് അടഞ്ഞിരുന്നത് അതിൽ ഒത്തിരി ചപ്പയാറുകൾ അടഞ്ഞിരിക്കണ്ടേ, അതൊക്കെ നീക്കം ചെയ്ത് ആ വെള്ളം മൊത്തം നമ്മൾ റിമൂവ് ചെയ്ത് അവർക്കും വെച്ചാൽ അമ്പലത്തെ അവർക്കും നമ്മളെ പറ്റിയ നല്ലൊരു അഭിപ്രായമാണ് അവരൊന്ന് പറഞ്ഞത്. ഇതുവരെയായിട്ട് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടും കാര്യക്ഷമതയോടെ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളിവിടെ ഡ്യൂട്ടി ആരംഭിച്ച ശേഷം 4 കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫയർ കോള്, അതുപോലെ 3 ഇൻസിഡൻറ്റ് കോള്. കൂടാതെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ക്ഷേത്ര ഭരണാധികാരികൾ, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ നല്ല സപ്പോർട്ട് എല്ലാ കാര്യത്തിലും. ഇവിടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു വെള്ളം എടുക്കാനുള്ള സംവിധാനം വരെ അവർ ഒരു ബൈപ്പാസ് ലൈനിട്ട് അതിനുള്ള സംവിധാനം എല്ലാം സജ്ജീകരിച്ച് തന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ ദിവസവും കർശനമായ പരിശോധന മൂലം ഞങ്ങൾക്ക് ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ പന്തൽ കേന്ദ്രീകരിച്ചുള്ള തിക്കും തിരക്കിലൊക്കെ ഞങ്ങളുടേതായ സാന്നിധ്യം അറിയിക്കാറുണ്ട്. അതുകൊണ്ട് പരമാവധി ഞങ്ങളുടെ എന്താ പറയുക സേഫ്റ്റി വ്യൂവിൽ എല്ലാം കാര്യം തൃപ്തികരമായ രീതിയിൽ പോയിട്ടുണ്ട് ഈ സമയം വരെ. ഇത് ശരിക്കും പറയാൻ 400 ലിറ്റർ വാട്ടർ ഉണ്ട്, ഒരു 50 ലിറ്റർ ഫോമുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും പെട്ടെന്ന് നമുക്ക് എത്താനും പറ്റും. അത് കാര്യക്ഷമമായിട്ട് നമുക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാനും പറ്റും. ഇത് നമ്മുടെ സേനയിൽ ഉപയോഗിക്കുന്ന ട്രോളിക് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഒരു ലേഡി ബാത്റൂമിനകത്ത് കുടുങ്ങിയ സമയത്ത് ട്രോളിക് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്തത്. സ്പ്രെഡിങ് മാത്രമേ പറ്റത്തുള്ളൂ, കട്ടിങ് പറ്റത്തില്ല. സ്പ്രെഡിങ് മാത്രമേ പറ്റുന്ന ഒരു എക്യുപ്മെൻറ്റ് മാത്രം ട്രോളിക് എന്ന് പറയും. ട്രോളിക് വിവിധ തലങ്ങളിൽ സ്റ്റാൻഡ് ബൈ നല്ല പരിചയസമ്പന്ന ആളുകളെ, സ്കൂബയുടെ ആൾക്കാരാണെങ്കിലും മറ്റുള്ള അത്രയുള്ള സെലക്റ്റീവ് ആൾക്കാരെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും നേരിടാനുള്ള
പ്രാപ്തിയുള്ള ആളുകൾ, എല്ലാവരും അങ്ങനെ തന്നെയാണ്, എങ്കിൽ പോലും സ്പെഷ്യലായിട്ടുള്ള നമ്മൾ ട്രെയിൻ ചെയ്ത ആളുകളുണ്ട്. കൂടാതെ വാഹന സപ്പോർട്ട് നമുക്ക് അടിയന്തര സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അങ്കമാലി, ആലുവ നിലയത്തിലെ ആൾക്കാരുടെയും സാധനം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ആ രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നുവരെ സുരക്ഷാ ക്രമീകരണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വന്നിട്ടില്ല. ഞങ്ങളുടെ ഡ്യൂട്ടിയിലും ഒരു വീഴ്ച ഞങ്ങൾ വരുത്തിയിട്ടില്ല.